ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ജോലിക്ക് പോകുന്നവരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലോ, ഉച്ചക്കത്തെ ഭക്ഷണം, അത് കഴിഞ്ഞ് രാത്രിത്തത്, അങ്ങനെയൊക്കെ അതാണല്ലോ അവരുടെ ജോലി. അപ്പം ഞാൻ ഉച്ചക്ക് കറി വെക്കാനുള്ള പുറപ്പാടിലാണ്. ഒരു മീൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. മീൻ കറി എന്ന് വെച്ചാൽ മുളകിട്ട മീൻ കറി. തേങ്ങ അരച്ച മീൻ കറി ഇന്നലെ ഉണ്ടാക്കി. അപ്പോൾ മുളകിട്ട മീൻ കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. മുളകിട്ട മീൻ കറി എല്ലാവർക്കും അറിയാം, എന്തത്ര കാണിക്കാൻ എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ കാണിക്കാം. ഓരോ വീട്ടിലെ മീൻ കറിയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഒരുപോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും എല്ലാ വീട്ടിലെ മീൻ കറിയും വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആ വിധം എല്ലാവരെയും ഒന്ന് കാണിക്കാം. മീൻ പരവയാണ്. പരവ എന്ന് പറഞ്ഞ മീനൊന്നും ഞങ്ങൾ സാധാരണ വാങ്ങാറില്ല. ഞങ്ങൾ അധികം വാങ്ങുന്നത് അയില, മത്തി കണ്ടാൽ പിന്നെ എന്തായാലും വാങ്ങും. മത്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീൻ. പിന്നെ അയില, പിന്നെ കൊഞ്ചും വാങ്ങും. ഈ 3 മീൻ മാത്രമേ ഞങ്ങൾ വാങ്ങാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും ആവോലിയൊക്കെ വാങ്ങും. എന്നല്ലാണ്ട് സ്ഥിരം എന്ന് വെച്ചാൽ എപ്പോഴും ഇല്ല. ഒരു മാസത്തിലൊരു പ്രാവശ്യമോ 2 ആഴ്ച കൂടുമ്പോഴേക്കിലൊക്കെ മീൻ ഉള്ളപ്പോൾ മാത്രം. അങ്ങനെ പോയി വാങ്ങാറില്ല, അവിടെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വാങ്ങുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം പരവ എന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു സ്ത്രീയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറഞ്ഞു, പരവ എന്ന് പറഞ്ഞ മീൻ നല്ല മീനാണ് മാഡം, നിങ്ങൾ വാങ്ങി നോക്ക്, ഭയങ്കര ടേസ്റ്റാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു, കുറേ ദിവസം മീൻ കൂട്ടാത്തതുകൊണ്ട് മീൻ കൂട്ടാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു, എപ്പോഴും ഈ ഒരേ മീൻ തന്നെ കഴിക്കുള്ളൂ എന്നുള്ള ഒരു ചേഞ്ച് ആക്കി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിയിട്ട് ഞങ്ങളത് വറുത്തിട്ടും നോക്കി, പിന്നെ തേങ്ങ അരച്ച് കറി വെച്ചിട്ടും നോക്കി. കുഴപ്പമില്ല, നല്ല മീനാണ്. പക്ഷെ ഭയങ്കര എന്താ പറയുക, സെൻസിറ്റീവെന്നോ എന്താ പറയുക, സോഫ്റ്റായിട്ടുള്ള മീനാണ്. വറുക്കുന്ന സമയത്തൊക്കെ അത് പൊട്ടിപ്പോകുന്നുണ്ട്. വളരെ സൂക്ഷിച്ചൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകുന്നുണ്ട്. അയില പോലെയും ഒന്നും നിൽക്കുന്നില്ല, പൊട്ടിപ്പോകുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചൊരു മുളകിട്ട മീൻ കറി വെക്കാം എന്ന് വെച്ചു, മുളകും പുളിയാക്കിയിട്ടുള്ള. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് ആ ഒരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ ആ കറി വെക്കുന്നതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ മീൻ കറി വെക്കാൻ ആദ്യം എന്ത് വേണം? ചട്ടി വേണം. ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, മാങ്ങ, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ. മാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. പുളിക്ക് പകരമായിട്ട് മാങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മുറിച്ച് ചട്ടിയിലേക്ക് ആക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി നൈസായിട്ട്, തക്കാളി ചെറുതായിട്ട്, പച്ചമുളക് കീറിയിട്ടുണ്ട്, പിന്നെ മാങ്ങ കുറച്ച് നല്ലോണമുണ്ട്. ഇനി ഈ സാധനങ്ങളെല്ലാം ചട്ടിയിലോട്ട് ഇട്ടു. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമൊക്കെ നമ്മൾ എടുക്കില്ലേ, കളയില്ല നമ്മളാണ്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിലൊന്നും അങ്ങനെ കാണിക്കില്ല, സാധാരണ കുക്കിംഗ് വീഡിയോസിലൊന്നും അങ്ങനെ കാണിക്കില്ല അങ്ങനെ എടുക്കുന്നതായിട്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് ഇത് ചേർക്കണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് നല്ലോണം, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊക്കെ നമുക്ക് എത്ര എളുപ്പമായി അല്ലേ. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വെളുത്തുള്ളിയൊക്കെ എടുക്കണം, ഇഞ്ചി തോല് കളഞ്ഞെടുത്ത് ചതച്ചെടുക്കണം, അങ്ങനെയൊക്കെ പണികളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു പണിയില്ല, എളുപ്പപ്പണിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി. ഇനി വെള്ളം ഒഴിക്കുക, അടുപ്പത്തേക്ക് വെക്കുക. ഇതാണ് അടുത്ത പരിപാടി. നമ്മളെ മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഈ മാങ്ങേൻ്റെ പുളി തന്നെ നമുക്ക് മതിയാവും, വേറെ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മാങ്ങ ചേർത്തിട്ടുള്ളത്. മാങ്ങയില്ലെങ്കിൽ നമ്മൾ സാധാരണ പുളി ചേർക്കും. ഞങ്ങൾ കുടംപുളി അങ്ങനെ യൂസ് ചെയ്യാറില്ല. മറ്റേ പുളിയില്ലേ, സാധാരണ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളി, പിഴുപുളിന്നോ എന്തോ പറയും, ആ പുളിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. അടുത്തതായിട്ട് നമ്മൾ ചോറ് വെക്കുന്നത്, ഞങ്ങൾ വേറെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ചോറ് വെക്കുന്നതുകൊണ്ടാണ് കാണിക്കുന്നത്. കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. അരി എടുക്കുക, കുക്കറിൽ അതിന് കുറച്ച് മേലെ നിൽക്കുന്നവരെ വെള്ളം ഒഴിക്കുക, അടുപ്പത്ത് വെക്കുക, കുക്കറിൻ്റെ മൂടി ഇടുക. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ചോറ് ഇതുപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട്
സാധാരണ ചോറ് ഊറ്റുന്നത് പോലെ, ചോറ് വാർക്കുന്നത് പോലെ വാർത്തെടുക്കുക. ഈസിയാണ്. അപ്പോൾ ഇത്രയും നേരം ചോറ് വേവാനുള്ള നമുക്ക് ഗ്യാസ് ലാഭിക്കാം. ഇത് കത്തിച്ചിട്ടുണ്ട്. ചോറ് വേവാൻ സമയമെടുക്കുമല്ലോ സാധാരണ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ. സാധാരണ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറേ ഗ്യാസ് പോകുമല്ലോ. ഇതിപ്പം പെട്ടെന്ന് ഒറ്റ വിസിൽ മാത്രം അടിച്ചു കഴിഞ്ഞാൽ അത് തണുത്ത് കഴിഞ്ഞാൽ തുറന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചോറ് വെക്കാം. ഗ്യാസ് ലാഭിക്കാം. ഇപ്പോഴത്തെ സമയത്ത് ഗ്യാസിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചോറ് വാർക്കണം. കഴിഞ്ഞു. പിന്നെ കുറേ ചോറ്, ചില ആളുകൾ ചോറ്, ഇവിടെയൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ അധികം ആൾക്കാരും ചോറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ കുക്കറിൽ തന്നെ അതിൻ്റെ പാകത്തിന് വെള്ളം വെച്ചിട്ട് അങ്ങനെ തന്നെ വറ്റിച്ചിട്ട് പിന്നെ ഈ വെള്ളം ഒഴിക്കലും വാർക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വെക്കാന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അങ്ങനെ വെക്കലാണ്. അങ്ങനെയല്ല. ഇത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ, പക്ഷേ അത്രയും സമയം വേവിക്കാൻ വേണ്ടി എടുക്കുന്നില്ല എന്ന് മാത്രം. കുക്കറിൽ ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക, സാധാരണ പോലെ വാർക്കുക. നമ്മളുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ചാൽ മാത്രം പോരാ, നല്ലോണം വേവട്ടെ. നമ്മൾ ചോറും ആ സമയം കൊണ്ട് തിളച്ച് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തിളച്ച് കഴിഞ്ഞു. ഇനി ചോറ് വാർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചോറായി. പാകത്തിനുള്ള ചോറായി കഴിഞ്ഞു. ഇനി വെള്ളം ഊറ്റിക്കളയണം. ആദ്യം വെള്ളം നല്ലോണം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ ചോറ് വാർക്കൽ ഉപകരണം. അതിലേക്ക് അവിടെ കമഴ്ത്തി വെച്ചാൽ അതിൽ ബാക്കിയുള്ള വെള്ളം കൂടി അങ്ങ് ഊറ്റിപ്പോയാൽ കഴിഞ്ഞു. അപ്പോൾ ചോറ് വാർക്കട്ടെ. നമ്മൾ ചോറ് വാർത്ത് കഴിഞ്ഞു. ഇതാണ് കഞ്ഞിവെള്ളം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ബാക്കിയുള്ള കഞ്ഞിവെള്ളം ഇങ്ങനെ വീട് പോകും. കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതുണ്ടോ, ബാക്കിയുള്ള കഞ്ഞിവെള്ളം ഇങ്ങനെ ഉറ്റി പോയി കഴിഞ്ഞാൽ അത് കുറച്ച് സമയം അവിടെ 1 അരമണിക്കൂറോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷായ ചോറ് കിട്ടും. നമ്മുടെ മീൻകറി വീണ്ടും ഒരിക്കൽ കൂടി നോക്കാം. നന്നായിട്ട് തിളക്കുന്നുണ്ട്, തുള്ളി തിളക്കുന്നുണ്ട്. അപ്പം നമ്മളതിനെ ഒന്ന് ഇളക്കിയിട്ട് മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും തീ വേണ്ട, ഇനി ഒന്ന് സിമ്മാക്കി വെക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ചൂടാണ്, അടുക്കളയിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അടുക്കളയിൽ ഒരു ഫാൻ ഇവിടെ, ഒരു എക്സോസ്റ്റ് ഇവിടെ, ഒരു ഫാൻ ഇവിടെ ഒക്കെ ഉണ്ട്. പക്ഷേ അടുക്കളയിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ, ഇത് തീ കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. ഇത് വേവട്ടെ. ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ്. ലൈറ്റൊന്നും ഇടാതെ വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇടുമ്പം ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ ബബ്ലു ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് കറിയാകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളെ മീൻകറി നന്നായിട്ട് തിളച്ച് കുറച്ച് നല്ലോണം വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി മീൻ ചേർക്കുകയാണ്. നമ്മൾ മീനൊക്കെ മുറിച്ച് ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് പരവ എന്ന് പറഞ്ഞ മീൻ. അയില പോലെയുണ്ട് കാണാൻ. കുറച്ച് വലുതായതുകൊണ്ട് കഷ്ണമായിരുന്നു. അപ്പോൾ ഓരോ കഷ്ണമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീൻ നമ്മൾ മുറിക്കുന്നില്ല. ഇനി അത് പൊട്ടിപ്പോവും ഇളക്കിയാൽ. അതുകൊണ്ട് നമ്മൾ ഇതിന്ന് തന്നെ അടച്ചു വെച്ചു. ഇതിനകത്ത് ഇനി മീനുകൾ ബാക്കിയുണ്ട്. നമുക്ക് വറുക്കാനുള്ള മീനാണത്. നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ മീൻ നമ്മൾ ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കട്ടെ. നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോൾ മാത്രമേ വറക്കുന്നുള്ളൂ. നമ്മൾ വാട്ടർമെലനൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ട്. തണുപ്പിന് വേണ്ടി, ചൂടല്ലേ ഭയങ്കര. തണുപ്പിന് വേണ്ടി നമ്മൾ വത്തക്ക എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൺ, ഞങ്ങൾ വത്തക്ക എന്നാണ് പറയുന്നത്. ഇത് ഇവിടുന്ന് നല്ലോണം തിളച്ച് വേവട്ടെ. ഇനി അത് സ്പൂണ് കൊണ്ടും കയ്യിലുകൊണ്ടൊക്കെ ഇളക്കിയാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചുറ്റിച്ച് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതായിട്ട് നമുക്ക് പിന്നീട് കാണാം.
നമ്മളുടെ മീൻ നല്ലോണം വെന്ത് കഴിഞ്ഞു. അത് ആ പാത്രം തന്നെ ഇങ്ങനെ ചുറ്റിക്കുകയാണ് ചെയ്തത്. കയ്യിലുണ്ടാകുമ്പോൾ പൊട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് ഇനി ഇതിലേക്ക് 2-3 വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കാൻ മാത്രം, ഒരുപാട് ഇതാകണ്ട, ഒന്നിങ്ങനെ ചതച്ചിട്ട് ഒരു മണത്തിന് വേണ്ടി മാത്രം. നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ലാസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രമാണ്, ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നല്ല അടിപൊളി കരിവേപ്പില, നമ്മളിതിലേക്ക് കരിവേപ്പില ഇങ്ങനെ ഇടുക. പിന്നെ ഈ വെളുത്തുള്ളി ഇങ്ങനെ മെല്ലെ ഒന്ന് ഇതിനിങ്ങനെ താഴ്ത്തി വെക്കാം, കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. ഈ കരിവേപ്പിലയൊക്കെ വെന്ത് അതിൻ്റെ മണം വന്നോട്ടെ എന്ന് വെച്ചാണ് കണ്ടോട് കൂടിയിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലോണം വെളിച്ചെണ്ണയും കൂടി, നല്ല വെളിച്ചെണ്ണ മണം കിട്ടുന്ന വിധത്തിൽ വെളിച്ചെണ്ണയും കൂടി ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ കളക്കുന്നില്ല, ഇതിൽ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ് അപ്പോഴത്തേക്ക് ഇവിടെ വെള്ളമൊക്കെ ഉറ്റി നിന്ന് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കൽ മാത്രമേ ഉള്ളൂ. അത് ഊണ് കഴിക്കാൻ നോക്കുമ്പോൾ ചെയ്യാം. ഈ ചോറ് നിവർത്തിയിട്ടും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് നല്ല സൂപ്പർ ചോറ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ട പിടിച്ചൊന്നും ചെയ്യാതെ നല്ല പാകത്തിനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ ചോറ് കൂടെ അടച്ച് വെച്ചാൽ കഴിക്കാം. അപ്പോൾ നമ്മളുടെ ചോറും മീൻ കറിയും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചോറൊക്കെ റെഡിയായി, മീൻ കറിയും മീൻ വറുത്തതൊക്കെ റെഡിയായി. മീൻ വറുത്തു, ചോറ്, മീൻ കറി. അപ്പം നമ്മളിനി ചോറിനട്ടെ.